ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ അറസ്റ്റിനൊരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു, ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീ എന്നിവരുടെ അറസ്റ്റ് ഉടനുണ്ടായേക്കും. ഇന്നലെ അറസ്റ്റിലായ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. ഉദ്യോഗസ്ഥ ഗൂഢാലോചനയിൽ KS ബൈജുവിന് മുഖ്യ പങ്കുണ്ടെന്ന് SIT കണ്ടെത്തി. B മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള SIT അപേക്ഷ ഇന്ന് പത്തനംതിട്ട റാന്നി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിപാൽ ചേരുകയാണ്. മനീഷ്, ഈ കാര്യത്തിൽ കൂടുതൽ അറസ്റ്റ് ഇനി ഉണ്ടാകുമോ? വലിയ തലങ്ങളിലേക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടപടികൾ പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? കുമാർ, നിലവിൽ SITയുടെ അന്വേഷണം ആരംഭിച്ചിട്ട് ഏകദേശം 4 ആഴ്ചയോളമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് SIT ദേവസ്വം ബെഞ്ചിൽ ഇതിൻ്റെ 2ാം ഘട്ട ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിനുശേഷം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ വേഗത്തിലാക്കിക്കൊണ്ടുള്ള SITയുടെ നീക്കം. ഇന്നലെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു KS ബൈജുവിൻ്റെ അറസ്റ്റ്. എന്താണെങ്കിലും ഇപ്പോൾ ബൈജുവിനെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. റാന്നി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി ലഭിക്കണം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ 3 ഉദ്യോഗസ്ഥർ, 4 പേരാണ് അറസ്റ്റിലായിട്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം. പക്ഷേ ഇപ്പോൾ 3 ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥർ മാത്രം 3 പേരുണ്ട്. അങ്ങനെ ഇന്ന് കസ്റ്റഡി ലഭിക്കുകയാണെങ്കിൽ മുരാരി ബാബുവും സുധീഷ് കുമാറും നിലവിൽ അവരും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അവരെ നിലവിൽ SITയുടെ കസ്റ്റഡിയിലേക്ക് ലഭിക്കുകയാണെങ്കിൽ അങ്ങനെ 3 പേരെ ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ കിട്ടുമെന്നുള്ള ഒരു സാധ്യതയാണ് SITക്ക് മുൻപിലുള്ളത്. അങ്ങനെയുള്ള സാധ്യത ലഭിച്ചാൽ 2019 നടന്ന സംഭവങ്ങളെ പറ്റിയുള്ള ഏകദേശ ചുരുൾ നിലവിൽ SITയുടെ കൈവശമുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ടുള്ള നിർണായകമായിട്ടുള്ള തെളിവുകൾ ഇത് സംബന്ധിച്ച് ഇവരുടെ മൊഴിയിൽ നിന്ന് ലഭിക്കുമെന്നാണ് SIT കണക്കാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2019 N വാസുവാണ് ഇത് സംബന്ധിച്ച് അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന മുരാരി ബാബു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിന് ഇത് സ്വർണ്ണ പൂശിയ ചെമ്പൽ എന്നല്ല ചെമ്പ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മഹർസർ തയ്യാറാക്കിയാൽ മതി എന്ന നിർദ്ദേശം നൽകിയ N വാസുമായിരുന്നു. അങ്ങനെ മുരാരി ബാബു ഒരു ഒപ്പിട്ട മഹർസർ തയ്യാറാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് അന്ന് തിരുവാഭരണ കമ്മീഷണറായിട്ടുള്ള ഇപ്പോൾ അറസ്റ്റായിട്ടുള്ള KS ബൈജു ആ കരാറിൽ ഒപ്പിടാതെ അതിൻ്റെ ഭാഗമാകാതെ സ്വർണ്ണപ്പാളുകൾ ഇടക്കുന്ന സമയത്ത് അവിടെ 2 ദിവസം സന്നിധാനത്ത് പോലും എത്തിയിരുന്നില്ല. അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ എന്താണ്? ഒപ്പം തന്നെ ഈ ദേവസ്വം സെക്രട്ടറി ജയശ്രീ നിലവിൽ ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകിയെങ്കിലും വൃക്ക സംബന്ധമായ ചില അസുഖങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ താൻ ഡയാലിസിസ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിലവിൽ ഹാജരാകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിക്കുകയും ഇന്ന് പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ശേഷമായിരിക്കും ജയശ്രീയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണം, കോടതി പരിഗണിച്ച ശേഷമായിരിക്കും എന്ത് തീരുമാനം എടുക്കണം അടക്കമുള്ള കാര്യത്തിലേക്ക്. അങ്ങനെ ഈ ഉദ്യോഗസ്ഥർ ജയശ്രീയുടെ കൂടെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം 4 ആകും. അങ്ങനെ സുപ്രധാനമായ വഴിത്തിരിവിലേക്ക് കേസ് മാറും. ഒപ്പം തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റ് N വാസുവിൻ്റെ അറസ്റ്റ് എന്തുകൊണ്ട് വൈകുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അങ്ങനെ N വാസുവിൻ്റെ അറസ്റ്റ് ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അത്തരം നടപടിയിൽ കൂടി വേഗത കൂട്ടി SIT മുന്നോട്ട് പോകുമ്പോൾ ഇനി അറിയാനുള്ളത് ഈ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് മനീഷ് മഹിപാൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.